കാലത്ത് കുട്ടികൾക്ക് മുതൽ വലിയവർക്ക് വരെയുള്ളൊരു പ്രശ്നമാണ് നമ്മുടെ തുടയുടെ സൈഡിൽ ഇച്ചിങ് ഉണ്ടാവുകയും വിയർപ്പിൻ്റെ ഇഷ്യൂ, നീറ്റിലെ പറച്ചിലൊക്കെ. അപ്പം ഇത് പൊതുവെ ആൾക്കാർക്ക് ഡോക്ടറെ കാണിക്കാനൊരു വിഷമം കൂടുതലുള്ള കാര്യമാണ്. ഇത് മാറാനായിട്ടുള്ള കുഞ്ഞു ടിപ്സുകളും ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതൊന്നും നമുക്ക് അങ്ങനെ എനിക്ക് സെൻറ്റർ ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ ഉള്ളവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇത് പൊതുവെ ആരോടും പറയാറില്ല. വിഷമിച്ച് ഈ ഒരു അവസ്ഥയൊക്കെ കൊണ്ടു നടക്കാറേ ഉള്ളൂ. നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്, നമുക്ക് പൊതുവെ ഇപ്പം എല്ലാവർക്കും ഇച്ചിങ് ഉണ്ടാവാറുണ്ട്. കാലിൻ്റെ സൈഡ് ഭാഗത്താണ് അത് കൂടുതലുണ്ടാകുന്നത്. അത് പീരിയോഡിക് ടൈമിലുണ്ടാവും. പിന്നെ കൂടുതൽ അമിത വണ്ണമായിട്ടുള്ളവർക്കുണ്ടാവും. ഇപ്പോൾ പൊതുവെ എല്ലാവർക്കും ഇരുന്നുള്ള വർക്കൗട്ട് സെഷൻ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ വർക്കുകളെല്ലാം കൂടുതൽ ഇരുന്നിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഇരുന്നാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നതും, കമ്പ്യൂട്ടറാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് കാലിന് വണ്ണം കൂടുക ഒരു പതിവാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ചെറിയ ചെറിയ വർക്കൗട്ട് സെഷൻ ചെയ്യാൻ പറ്റും. ആ വർക്കൗട്ട് സെഷൻ ചെയ്ത് ഏറ്റവും നമ്മൾ സ്റ്റൊമക്കിനെക്കാൾ ശ്രദ്ധിക്കേണ്ട കാലിൻ്റെ വണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ്. കാലിന് ഓവർ വണ്ണം കുറച്ച് നമ്മുടെ മുട്ടിന് ഇഷ്യൂ ആവും, കാര്യങ്ങളാവും. അപ്പം ഇതിനായിട്ടൊരു കുഞ്ഞു റെമഡി ആയിട്ട് ഫസ്റ്റിൽ നമുക്ക് ചെയ്യാവുന്നത്, നിങ്ങൾ വൈകിട്ടത്തെ ഫുഡ് ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നെ അതോടൊപ്പം കാലിന് നമ്മൾ നിന്നിട്ടുള്ള വർക്കൗട്ട് സെഷനുകൾ ചെയ്യുക. ഇപ്പം അമിതമായിട്ട് വണ്ണമുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഭിത്തിയിൽ പിടിച്ചിട്ടാണ് സ്കിപ്പ് പോലെ വർക്കൗട്ട് ചെയ്യുക. അപ്പം നമുക്ക് വള്ളിയിൽ സ്കിപ്പിങ് ചെയ്യാനായിട്ടുള്ള പാടാണ്. അപ്പോൾ നമുക്ക് ഒരു കൈ ഭിത്തിയിൽ കൊടുത്തിട്ട് സ്കിപ്പ് ചെയ്യുക. ഒറ്റക്കാലച്ചാട്ടം പോലെ ഉള്ള കാര്യങ്ങൾ ചെയ്യുക. പതുക്കെ കാല് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ നമുക്ക് ബട്ടർഫ്ലൈ പോസ്റ്റ് എന്ന് വെച്ചാൽ ശലഭാസനം യോഗയിൽ ചെയ്ത് പഠിക്കുക. അപ്പോൾ അതൊക്കെ ഇരുന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇരുന്നിട്ട് നമുക്ക് സ്ട്രെച്ചിങ് വർക്കൗട്ട് ചെയ്യാം. പതുക്കെ ഇതെല്ലാം കറക്റ്റായി വരുള്ളൂ. അപ്പം പൊതുവെ ഈ വിയർപ്പ് കൂടുന്നിടത്ത് നമുക്കിങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അത് മാറ്റാനായിട്ട് നമുക്കൊരു ഓയിൽമെൻറ്റ് ഇടയ്ക്ക് തൂക്കണം, നല്ലതാണ്. കൂടുതൽ യാത്ര പോവുക, അപ്പോൾ നമ്മൾ ആ സമയത്തൊരു വിയർപ്പ് കൂടുതൽ കാര്യങ്ങളുണ്ടാവും. പിന്നെ നമുക്ക് രാവിലെ തൊട്ട് നമ്മളിങ്ങനെ ഇരിക്കുന്ന ഒരു ടൈമാണ്. അപ്പം വൈകിട്ട് വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് ലിച്ചൻസ എന്ന് പറഞ്ഞൊരു ഓയിൽമെൻറ്റ് തേച്ചാൽ വളരെയായിട്ട് ആ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ മാറും. ഇത് പൊതുവെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഫംഗസ് ഇൻഫെക്ഷൻ തൊട്ട് നമ്മുടെ തൊലി പോവും. ചിലർക്കെന്ന് പറയുമ്പോൾ ചൂട് കൂടുതലുണ്ടാകും ബോഡിക്ക്. അപ്പോൾ അതൊക്കെ മാറാനായിട്ട് രാത്രി കുളിച്ചിട്ട് ഒന്ന് ഒപ്പിയെടുത്തിട്ട് ഈ ഓയിൽമെൻറ്റ് നമ്മുടെ എവിടെയൊക്കെ ചൊറിച്ചിലുണ്ടോ ആ ഭാഗങ്ങളിൽ തൂക്കുക. അതവിടുന്ന് വെള്ളം ഇങ്ങനെ എടുത്തൊന്നും പോകത്തില്ല. പിന്നീട് രാവിലെ ഒരു 2 പ്രാവശ്യം തൂക്കുമ്പം തന്നെ ആ ഒരു ഇറിറ്റേഷനൊക്കെ മാറി അവിടെ നല്ല ക്ലിയർ ആകും. അതോടൊപ്പം നമ്മൾ കാലിന് വണ്ണം കുറയ്ക്കാനുള്ള വർക്കൗട്ട് സെഷന് നിങ്ങൾ ശീലിക്കേണ്ടതാണ്. സ്ട്രെച്ചിങ്. പിന്നെ നമുക്ക് സ്റ്റെയർ ഉണ്ടാകും വീട്ടിലൊക്കെ. അപ്പോൾ പൊതുവേ വണ്ണമുള്ളവരോട് ചാടാനും ഓടാനും ഒന്നും പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ നമുക്ക് സ്പീഡിൽ, ഇപ്പം നേരെയുള്ള സ്ഥലത്താണെങ്കിൽ കുറേ നേരം സ്പീഡ് നടക്കുക, പിന്നെ സ്പീഡ് കുറച്ച് നടക്കുക. അതുപോലെ നിൽക്കുന്നിടത്ത് തന്നെ കാല് പൊക്കി കാല് താത്തി നടക്കുക. പിന്നെ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ നല്ല സ്പീഡിൽ കയറുക, തിരിച്ച് സ്പീഡ് കുറച്ച് ഇറങ്ങുക. അങ്ങനെ നമ്മൾ നന്നായിട്ട് കാലിന് വർക്കൗട്ട് കിട്ടുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതൊരു പരിധിവരെ മാറ്റാൻ പറ്റും. പിന്നെ ഫംഗസിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് ഡോക്ടറെ കാണാം. പിന്നെ പെട്ടെന്ന് ചെയ്യാനായിട്ട് ഈ ഓയിൽമെൻറ്റ് നിങ്ങൾ യൂസ് ചെയ്യുക. വളരെ ഹെൽപ്ഫുള്ളായ ഒരു ഇൻഫോർമേഷനാണ്. പലർക്കും ഇത് അറിയത്തില്ല ഇന്നത്തെ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യണം. അതോടൊപ്പം കാലിന് വണ്ണം കൂടാതെയുള്ള കാര്യങ്ങൾ നോക്കുക. താങ്ക് യു.